നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ആയിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിലാണ് അല്ലേ? അപ്പോൾ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയിൽ രണ്ട് തരത്തിലുള്ള പ്രകാശഗ്രാഹി കോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഏതെല്ലാമാണവ? റോഡ് സെൽ ആൻഡ് കോൺ സെൽസ്. അവ രണ്ട് ടൈപ്പ് പ്രകാശഗ്രാഹി കോശങ്ങൾ റെറ്റിനയിൽ കാണപ്പെടുന്നുണ്ട്. റോഡ് സെല്ല്, കോൺ സെല്ല്. റോഡ് കോശങ്ങൾ അതുപോലെ തന്നെ കോൺ കോശങ്ങൾ. ഇതിൽ എന്താണ് ഈ കോൺ സെല്ലിൻ്റെയും അതുപോലെ തന്നെ റോഡ് കോശത്തിൻ്റെയും അല്ലെങ്കിൽ റോഡ് സെല്ലിൻ്റെയും ഫങ്ഷനും അതുപോലെ തന്നെ അതിൻ്റെ പെക്യുലാരിറ്റീസൊക്കെ, പ്രത്യേകതകളും ധർമ്മങ്ങളും എന്തെല്ലാമാണ്? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ അത് നമുക്ക് റോഡ് സെല്ല് നോക്കാം. ഈ റോഡ് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിഷ്വൽ പിഗ്മെന്റ് ഉണ്ട്, കാഴ്ച വർണ്ണമുണ്ട്. അതിന്റെ പേരാണ് റോഡോപ്സിൻ. റോഡ് സെല്ലിനകത്ത് കാണുന്ന കാഴ്ച വർണ്ണകത്തിന്റെ പേരാണ് റോഡോപ്സിൻ എന്ന് പറയുന്നത്. ഈ റോഡോപ്സിൻ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത് മറ്റ് രണ്ട് ഘടകങ്ങൾ ചേർന്നിട്ടാണ്, മറ്റ് രണ്ട് ഫാക്ടറുകൾ ചേർന്നിട്ടാണ് ഈ റോഡോപ്സിൻ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് റെറ്റിനാൽ പ്ലസ് റെറ്റിനാലും ഓപ്സിനും. റോഡോപ്സിൻ എന്ന് പറയുന്ന കാഴ്ച വർണ്ണകം ഇത് ഉണ്ടായിട്ടുള്ളത്, ഫോം ചെയ്യുന്നത് റെറ്റിനാലും ഓപ്സിനും ചേർന്നിട്ടാണ്. ഇതിൽ ഓപ്സിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ഓപ്സിൻ എന്ന് പറഞ്ഞാൽ അതൊരു മാംസ്യമാണ് അല്ലെങ്കിൽ പ്രോട്ടീനാണ്. റെറ്റിനാൽ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്, അത് ഡിറൈവ് ചെയ്തിട്ടുള്ളത് വിറ്റാമിൻ എയിൽ നിന്നുമാണ്. വിറ്റാമിൻ എ. ഓക്കെ. അപ്പോൾ റെറ്റിനാലും ഓപ്സിനും ചേർന്നാൽ എന്തുണ്ടാവുന്നു? റോഡോപ്സിൻ ഉണ്ടാവുന്നു. റോഡോപ്സിനിലെ രണ്ട് ഘടകങ്ങളാണ് ഇതൊക്കെ. ഓപ്സിൻ എന്ന് പറയുന്നത് ഒരു മാംസ്യ തന്മാത്രയാണ്, പ്രോട്ടീനാണ്. റെറ്റിനാൽ എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത്, അത് ഫോം ചെയ്യുന്നത് വിറ്റാമിൻ എയിൽ നിന്നുമാണ്. അതുകൊണ്ട് തന്നെ ഈ വിറ്റാമിൻ എയുടെ അളവ് കുറഞ്ഞാൽ, സ്വാഭാവികമായും ഈ റെറ്റിനാലിന്റെ അളവ് കുറയും. ഈ റോഡോപ്സിൻ മങ്ങിയ പ്രകാശത്തിൽ പോലും അല്ലെങ്കിൽ ഡിം ലൈറ്റിൽ പോലും എന്ത് ചെയ്യും? ഇത് ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ജോലി, ഫങ്ഷൻ എന്ന് പറയുന്നത് മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുക എന്നുള്ളതാണ്. മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങളാണ് ഇത് റോഡ് സെല്ല്. റോഡോപ്സിന്റെ ജോലി മങ്ങിയ പ്രകാശത്തിൽ കാഴ്ചയ്ക്ക് സഹായിക്കുക എന്നുള്ളതാണ്. It helps to distinguish objects in dim light. ഡിം ലൈറ്റിൽ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന സെല്ലുകളാണ് റോഡ് സെല്ല്. ഓക്കെ. അതിലടങ്ങിയിരിക്കുന്ന വിഷ്വൽ പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ. ഓക്കെ. റോഡോപ്സിന്റെ ഘടകങ്ങളാണ് റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ എന്ന് പറയുന്നത്. അപ്പോൾ റോഡോപ്സിന്റെ അളവ് കുറഞ്ഞാൽ നമുക്ക് മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച കുറയും. ഓക്കെ. അപ്പൊ ഇങ്ങനെ മങ്ങിയ പ്രകാശത്തിൽ കാഴ്ച
കുറയുന്ന അവസ്ഥയാണ് എന്ന് പറയാ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടികളെ അപ്പോൾ ഇത് മനസ്സിലായല്ലോ അല്ലേ? ഇതിനകത്ത് റോഡ് സെല്ല്, അതിലെ വിഷ്വൽ പിഗ്മെന്റ് റോഡോപ്സിൻ, റോഡോപ്സിന്റെ ഘടകങ്ങൾ റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ. ഓപ്സിൻ എന്ന് പറയുന്നത് പ്രോട്ടീനാണ്, റെറ്റിനാൽ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയിൽ നിന്നും ഉണ്ടാവുന്നതാണ് റെറ്റിനാൽ. പിന്നെ ഇത് മങ്ങിയ ലൈറ്റിൽ, ഡിം ലൈറ്റിൽ എന്താവും, ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് തന്നെ ഈ മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ റോഡ് സെല്ലാണ്. ഇത്രയും കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നെക്സ്റ്റ് നമ്മൾ മനസ്സിലാക്കുന്നത് കോൺ സെല്ലാണ്, കോൺ കോശങ്ങൾ. ഈ കോൺ കോശത്തിൽ അടങ്ങിയിരിക്കുന്ന വിഷ്വൽ പിഗ്മെന്റിനെ പറയുന്ന പേരാണ് പറയാ ഫോട്ടോപ്സിൻ. ഫോട്ടോപ്സിൻ എന്ന് പറയും, അല്ലെങ്കിൽ എന്ന് പറയും അയോഡോപ്സിൻ. ഫോട്ടോപ്സിൻ otherwise known as അയോഡോപ്സിൻ. ഇതില് കോൺസെല്ലിൽ നിന്നുണ്ട് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ എന്ന് പറയുന്ന ഒരു വിഷ്വൽ പിഗ്മെന്റ് അടങ്ങിയിട്ടുണ്ട്. ഇനി ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ ഇത് ഉണ്ടായിട്ടുള്ളത് ഏതൊക്കെ ചേർത്തിട്ടാണ്? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റെറ്റിനാലും ഓപ്സിനുമാണ് ഇതിലേക്ക് ഘടകങ്ങൾ. റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ. റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ. അപ്പോൾ ഈ ഫോട്ടോപ്സിൻ എന്ന് പറയുന്ന വിഷ്വൽ പിഗ്മെന്റ്, ഈ കാഴ്ച വർണ്ണകം ഏതെല്ലാം ചേർന്നാണ് ഉണ്ടായിട്ടുള്ളത്? റെറ്റിനാൽ പ്ലസ് ഓപ്സിൻ. ഓക്കെ, ഇനി ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഈ കോൺസെല്ല് നല്ല തീവ്രമായ പ്രകാശത്തിൽ നമുക്ക് കാഴ്ചക്ക് സഹായിക്കുന്നവയാണ് കോൺസെൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കളറുകൾ, ഇപ്പോൾ പ്രൈമറി കളേഴ്സ് ഏതൊക്കെയാണ്? പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്നത് പച്ച, ചുവപ്പ്, നീല അല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പ്രൈമറി കളേഴ്സുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നത് കോൺസെല്ലുകളാണ്, കോൺസെൽ ആണ്. അതുപോലെ തന്നെ വർണ്ണക്കാഴ്ചകൾ, കളർ വിഷൻ നമുക്ക് സാധ്യമാക്കി തരുന്നത് കോൺസെല്ലുകളാണ്. അപ്പൊ നമ്മുടെ കണ്ണിനകത്ത് 3 ടൈപ്പ് കോൺസെല്ലുകൾ ഉണ്ട്. അപ്പോൾ ഓരോ കോൺസെല്ലുകളും ഓരോ കളറുകൾ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്നവയാണ്. അപ്പോൾ ഇവ എന്തിനു സഹായിക്കും? ഡിറ്റക്ട് കളർ. അപ്പോൾ പ്രൈമറി കളറുകളൊക്കെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഈ കോൺസെല്ലുകളാണ്. അപ്പോൾ കളറുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു, അല്ലെങ്കിൽ വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. കളർ വിഷൻ, ഈ വർണ്ണക്കാഴ്ച നമുക്ക് സാധ്യമാക്കി തരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കുന്ന സെല്ലുകളാണ് എന്താ പറയുക, കോൺ സെല്ല് എന്ന് പറയാം. ഓക്കെ, ഇത്രയും കാര്യമാണ് കോൺ സെല്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം റോഡ് സെല്ലിൽ അടങ്ങിയിരിക്കുന്ന പിഗ്മെന്റ് എന്താണ്, വർണ്ണകം ഏതാണ്? ഏതാ? റോഡോപ്സിൻ. കോൺ സെല്ലിൽ അടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിന്റെ പേരാണ് ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ അയോഡോപ്സിൻ. അടുത്ത അതിന്റെ ഷേപ്പാണ്, ആകൃതി. റോഡ് സെല്ലിന്റെ ആകൃതി ദണ്ഡാകൃതിയാണ്. ഇത് ക്ഷീരാകൃതി, ദണ്ഡാകൃതി. അപ്പോ റോഡ് സെല്ല്, റോഡ് എന്ന് പറഞ്ഞാൽ ദണ്ഡാണ്, ദണ്ഡാകൃതി. കോൺ സെല്ലിന്റെ ആകൃതി എന്താണ്? കോൺ ആകൃതി. കോൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ കൂർത്തിരിക്കും, കോണ് പോലെ വരും. അപ്പോൾ കോൺ ആകൃതിയാണ്, ഉണ്ടാവും കോൺ ആകൃതിയാണ്. ഇതിന്റെ ഫംഗ്ഷൻ, ധർമ്മങ്ങളാണ്. എന്താണ് റോഡ് സെല്ലിന്റെ ധർമ്മം എന്ന് പറയുന്നത്? ഏബിൾ ടു സീ ഇൻ ഡിം ലൈറ്റ്. മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സഹായിക്കുക. മങ്ങിയ പ്രകാശത്തിൽ വസ്തുക്കളെ, ഒബ്ജക്റ്റിനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത് റോഡ് സെല്ലാണ്. ഇനി ഇവിടെ കോൺ സെൽ ആകുന്ന സമയത്ത് കോൺ സെൽ എന്തിനെ സഹായിക്കുന്നുണ്ട്? ഡിറ്റക്ട് പ്രൈമറി കളർ. ഡിറ്റക്ട്
പ്രൈമറി കളർ. പ്രാഥമിക വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നു. പ്രാഥമിക വർണ്ണങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ സെല്ലുകളാണ്. കൂടാതെ പ്രൊവൈഡ് കളർ വിഷൻ. അപ്പോൾ നമുക്ക് വർണ്ണക്കാഴ്ചകൾ സാധ്യമാക്കുന്നു. വർണ്ണക്കാഴ്ചകൾ, ഇപ്പോൾ നിറങ്ങൾ തിരിച്ചറിയുക അല്ലെങ്കിൽ വർണ്ണങ്ങൾ തിരിച്ചറിയുക, ഇങ്ങനെ ഒരു വർണ്ണക്കാഴ്ചകൾക്ക് സാധ്യമാക്കുന്നു തരുന്നത് ആരാണ്? ഈ കോൺ സെല്ലുകളാണ്. ഇത്രയും കാര്യം കൂടി എൻ്റെ കൂട്ടത്തിൽ ഇതിനെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ ആകൃതി മനസ്സിലാക്കുക, ആകൃതി. അപ്പോൾ അതിന് ഇവയെ തിരിച്ചറിയാൻ നമ്മൾ ചോദിക്കും പരീക്ഷ എക്സാമിന് ഏത് സെല്ലാണ്. ഇപ്പോൾ അത് വന്നിട്ട് ഇത് തിരിച്ചറിയാതെ ഓക്കെ ഈ കോശത്തിൻ്റെ പേര് ഏതാ പറയും. അപ്പോൾ ഇത് റോഡ് സെല്ലാണ്. പിന്നെ തന്നാൽ ഇത് കോൺ സെല്ലാണ്. പിന്നെ അതിലടങ്ങിയിരിക്കുന്ന വർണ്ണകത്തിൻ്റെ പേര് ചോദിക്കും. കാഴ്ച വർണ്ണകം അല്ലെങ്കിൽ വിഷ്വൽ പിഗ്മെന്റ് ഏതാണ്? റോഡ് സെല്ലാണെങ്കിൽ അതിനകത്തുള്ളത് റോഡോപ്സിൻ ആണ്. കോൺ സെല്ലാണെങ്കിൽ അതിനുള്ളത് ഏതാണ്? ഫോട്ടോപ്സിൻ അല്ലെങ്കിൽ ഐഡോപ്സിൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റോഡ് കോശവും കോൺ കോശവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ.